നമസ്കാരം. നമ്മുടെ നാട്ടിലാകെ 2 ദിവസമായി വലിയ ചർച്ചയായി ഇട്ടുള്ള ഒരു വിഷയം PM-ശ്രീ ആണ്. അതൊരു 2022 തുടങ്ങിയിട്ടുള്ള കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ്. നമ്മൾ 2-3 കൊല്ലം അതിൽ കേരളം ഒപ്പുവെച്ചിരുന്നില്ല. ഇപ്പോ ഒപ്പുവെക്കുന്നതിനെ സംബന്ധിച്ച ചില ആലോചനകൾ നടന്ന സമയത്ത് തന്നെ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമായി അതിനെതിരെ വരികയുണ്ടായി. അപ്പൊ ഒരുപാട് ആളുകൾ ഇങ്ങനെ CPM ഏകപക്ഷീയമായി BJPക്ക് സംഘപരിവാറിന് കീഴടങ്ങുകയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. യഥാർത്ഥത്തിൽ സർക്കാർ അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതാണ്. അത്തരം കാര്യങ്ങളെല്ലാം വിദ്യാഭ്യാസ വകുപ്പും സർക്കാരും വിശദീകരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ ഇതില് നമ്മൾ മലയാളികൾ മനസ്സിലാക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. കേരളം എത്തി നിൽക്കുന്ന ചില സന്നിഗ്ധാവസ്ഥകളുണ്ട്. വേണമോ വേണ്ടയോ എന്നതൊക്കെ അവനവന്റെ രാഷ്ട്രീയ അഭിപ്രായങ്ങളുമായി ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. ആ കേരളം എത്തി നിൽക്കുന്ന രാഷ്ട്രീയമായ സാമ്പത്തികമായ ചില സന്നിഗ്ധാവസ്ഥകളുടെ മുൻപിൽ നിന്നുകൊണ്ട്, കക്ഷി രാഷ്ട്രീയത്തിന് അപ്പുറത്ത് നിന്നുകൊണ്ട് മലയാളികൾ ഈ കാര്യം ഒന്ന് പരിശോധിക്കേണ്ടതാണ്. വിശേഷിച്ച് സംഘപരിവാർ വിരുദ്ധരായ ആളുകളെങ്കിലും ഈ കാര്യം ആഴത്തിലും പരപ്പിലും മനസ്സിലാക്കേണ്ടതാണ്. അതിനെ സംബന്ധിച്ച ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പറഞ്ഞല്ലോ, PM-ശ്രീ തുടങ്ങിയത് 2022-ലാണ്. അത് PM സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ എന്നാണ് അതിന്റെ ഒരു മുഴുവൻ പേര്. ഒരു ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ 2 സ്കൂളുകളെ സ്പെഷ്യലായി എടുത്ത് അതിനെ നവീകരിക്കുന്ന ഒരു പദ്ധതിയാണ്. രാജ്യത്താകെ 14,500 PM-ശ്രീ സ്കൂളുകൾ ആ മട്ടിലുണ്ടാവും. പണ്ട് നവോദയൊക്കെ തുടങ്ങിയതിന്റെ മറ്റൊരു വെർഷൻ. കേരളത്തിൽ 336 എണ്ണം വരും. ഇതിനായി 5 വർഷത്തിൽ, ഇതൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പ്രത്യേകത CSS എന്ന് പറയും. അതിന്റെ പ്രത്യേകത മൊത്തം ഫണ്ടിന്റെ 60% കേന്ദ്ര സർക്കാരും അഥവാ യൂണിയൻ സർക്കാരും 40% അതാത് സംസ്ഥാനങ്ങളും വഹിക്കണം. അടുത്ത 5 വർഷത്തേക്ക് ഈ 14,500 PM-ശ്രീ സ്കൂളുകൾക്കായി യൂണിയൻ സർക്കാർ വകയിരുത്തിയിട്ടുള്ളത് 18,128 കോടി രൂപയാണ്. സംസ്ഥാനങ്ങൾ എത്ര വെക്കണം? 9,232 കോടി രൂപ. കേരളമല്ല, 28 സംസ്ഥാനങ്ങൾ അങ്ങനെ വെക്കണം. ഇതാണ് അതിന്റെ ഒരു സാമ്പത്തിക വിഹിതം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ പദ്ധതി കൊണ്ട് കേരളത്തിന് പ്രത്യേകിച്ച് മെച്ചമൊന്നുമില്ല. കേരളം ഇത് ഒപ്പുവെച്ചിരുന്നില്ല. എന്തുകൊണ്ടാണ് മെച്ചമില്ല എന്ന് പറയാൻ കാരണം, 5 വർഷത്തേക്ക് ഒരു സ്കൂളിന്, പറഞ്ഞല്ലോ ബ്ലോക്കിൽ 2 സ്കൂളാണ് ഉണ്ടാവുക, ഒരു സ്കൂളിന് പരമാവധി കിട്ടുക 2 കോടി രൂപയാണ്. അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റും ഒക്കെ ആയിട്ട് 2 കോടി രൂപ കിട്ടും. അതിൽ 40% കേരള ഗവൺമെന്റ് മാറ്റിവെച്ചാൽ പിന്നെ നാമമാത്രമായിട്ടുള്ള ഒരു സംഖ്യയാണ് കിട്ടുക. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി സർക്കാർ സ്കൂളുകളുടെ ആ ഒരു മേഖലയിൽ നടന്നിട്ടുള്ള വലിയ വികസനവുമായി തട്ടിച്ചു നോക്കുമ്പോൾ നമുക്ക് ഈ 2 കോടി ഇല്ല, പറഞ്ഞല്ലോ, അതിന്റെ 60% അതൊരു നാമമാത്രമായ സംഖ്യയാണ്. അതുകൊണ്ട് ഇതിന്റെ പൈസ കേരളത്തിന് വേണ്ട എന്ന് വെക്കാവുന്നതേ ഉള്ളൂ. നമ്മളത് ഒപ്പുവെച്ചില്ല. ഒപ്പുവെക്കാതിരുന്നത് ഇതൊരു ചെറിയ സംഖ്യയാണല്ലോ എന്ന് കരുതിയിട്ടല്ല. പിന്നെ എന്താണ്, ഈ PM-ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചാല് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി, പുതിയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കണം എന്ന് നിർബന്ധം പിടിച്ചു. വാസ്തവത്തിൽ അങ്ങനെ നിർബന്ധം പിടിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷെ യൂണിയൻ സർക്കാർ അങ്ങനെ പിടിച്ചു. അത് നമുക്ക് സ്വീകാര്യമായിട്ടുള്ള കാര്യമല്ല. കാരണം അതിലെ സിലബസ് 108 കാര്യങ്ങൾ കേരളം എതിർക്കുന്ന ഒരു കാര്യമാണ്. സംഘപരിവാറിന്റെ ഐഡിയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇമ്പോസ് ചെയ്യാൻ വേണ്ടി അവര് ഈ പുതിയ വിദ്യാഭ്യാസ നയത്തിലൂടെ പരിശ്രമിക്കുന്നു. അത് നടപ്പാക്കുന്നതിൽ നമുക്ക് വിയോജിപ്പുകളുണ്ട്. പക്ഷെ അതേസമയം നാം മനസ്സിലാക്കണം, അതിന്റെ ഭാഗമായിട്ടുള്ള 4 ഇയർ ഡിഗ്രി കോഴ്സ് നമ്മളിപ്പോ ആരംഭിച്ചു. നേരത്തെ 2-3 വർഷം ആരംഭിക്കാതെ ഇരുന്നു. ഇപ്പൊ നമ്മളത് ഈ അധ്യയന വർഷം മുതൽ അത് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പൊ പരിപൂർണമായും കേരളം ഇന്ത്യയുടെ ഒരു ഭാഗമാണ്, പരിപൂർണമായും ഇത് കേരളത്തിൽ നടപ്പാക്കില്ല എന്നൊന്നും പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കാൻ കഴിയും. ഒരു ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് അങ്ങനെ നിൽക്കാൻ കഴിയില്ല. ഏതായാലും പുതിയ വിദ്യാഭ്യാസ നയത്തിൽ, അതായത് NEP-യിൽ കേരളത്തിന്, വിശേഷിച്ച് ഇടതുപക്ഷത്തിന്, CPM-ന് അതിശക്തമായ വിയോജിപ്പുകളുണ്ട്. ആ വിയോജിപ്പുകളെല്ലാം നിലനിൽക്കുകയാണ്. ആ വിയോജിപ്പിന്റെ കൂടി അടിസ്ഥാനത്തിൽ നമ്മൾ കഴിഞ്ഞ 3 വർഷമായി PM-ശ്രീയിൽ ഒപ്പുവെച്ചില്ല. അപ്പോൾ ഇവരെന്താണ് ചെയ്തത്? PM-ശ്രീയിൽ നമുക്ക് കിട്ടേണ്ട സംഖ്യ ഒരു 150-200 കോടി രൂപയേ ഉള്ളൂ. അത് വേണമെങ്കിൽ വേണ്ട എന്ന് വെക്കാം, വിമർശകർ പറയുന്നത് പോലെ. പക്ഷെ PM-ശ്രീയുമായി നേരിട്ട് ബന്ധമില്ലാത്ത വിദ്യാഭ്യാസ മേഖലയിലെ മറ്റു ചില കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പണം ഇവന്മാര് തടഞ്ഞു വെച്ചു. അതേതാണ്? അത് SSK, നിങ്ങൾ കേട്ട് കാണും, സമഗ്ര ശിക്ഷ കേരള എന്നാണ് ഇപ്പൊ അതിന്റെ പേര്. സർവശിക്ഷ അഭിയാൻ, SSA എന്നായിരുന്നു നേരത്തെ. അതിന് എല്ലാ വർഷവും, അതൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. കേന്ദ്രവും സംസ്ഥാനങ്ങളും 60-40 എന്ന ഒരു റേഷ്യോയിൽ പണം ചെലവഴിക്കണം.
ഈ SSKയുടെ കഴിഞ്ഞ 3 വർഷക്കാലമായി നമുക്ക് കിട്ടാനുള്ള ഒരു 1200 1300 കോടിയോളം രൂപയുണ്ട്. ഈ പൈസ തടഞ്ഞു വെച്ചു, ഈ പൈസ ലഭിച്ചില്ല. എന്താണ് കാരണം? നിങ്ങൾ PM ശ്രീയിൽ ഒപ്പുവെച്ചില്ല എന്നുള്ളതാണ്. ആ പൈസ കേരളത്തെ സംബന്ധിച്ച് ചെറിയ സംഖ്യയല്ല. ഇപ്പോ ചിലർ പറയുന്നു 1446 രൂപ 46 കോടി രൂപ PM ശ്രീയുടെ കിട്ടിയില്ല. അത് PM ശ്രീയുടെ പണമല്ല. കേരളം ഓൾറെഡി ചെലവ് ചെയ്തിട്ടുള്ള SSKയുടെ പണമാണ് അതിലെ 1200ഓളം കോടി രൂപ. അത് വേണ്ട എന്ന് വെച്ചാൽ ആ പണം ആര് കൊടുക്കും? നമ്മൾ ചെലവഴിച്ചതല്ലേ. ഇവിടെ നോക്കൂ, ഇപ്പോ CPM-നെ സർക്കാരിനെയൊക്കെ വിമർശിച്ചു കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഈ ലിബറൽ ബുദ്ധിജീവികൾ അല്ലെങ്കിൽ ചില മുസ്ലിം തീവ്രവാദ സംഘടനകൾ, മാധ്യമങ്ങൾ എന്നെങ്കിലും പറഞ്ഞിട്ടുണ്ടോ SSKയുടെ ഫണ്ട് ഇത്രയും ലഭിക്കാനുണ്ട്, അത് കിട്ടേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് പറഞ്ഞിട്ടില്ല. നെല്ല് സംഭരണത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോ ഒരു കൂട്ടം ആശാ വർക്കർമാർ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കേന്ദ്രാവിഷ്കൃത പദ്ധതികളാണ്. നെല്ല് സംഭരണത്തിന്റെ കാര്യം പറഞ്ഞാൽ 100% കേന്ദ്ര സർക്കാർ ചെലവഴിക്കേണ്ട പൈസയാണ്. കേരളം ഒരു കിലോ നെല്ലിന് 5-5.5 രൂപയോളം അധികം കൊടുത്ത് കർഷകർക്ക് ഒരു സഹായം നൽകുന്ന ഒരു കാര്യം ചെയ്യുന്നു എന്നേ ഉള്ളൂ. കേരളം നെല്ല് സംഭരിക്കുന്നില്ല. കേരള ഗവൺമെന്റ്, നിങ്ങൾ ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ ഈ ഒരു വാചകം കേട്ടിട്ടുണ്ടോ? കേരള സർക്കാർ നെല്ല് സംഭരിക്കുന്നില്ല, നെല്ല് സംഭരിക്കുന്നത് യൂണിയൻ സർക്കാർ ആണ്, അവർ നമുക്ക് നൽകേണ്ട 1000 കോടിയിലധികം രൂപ നൽകിയിട്ടില്ല എന്ന് എവിടെയെങ്കിലും നിങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കേട്ടുകാണില്ല. പറഞ്ഞു വന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കേരളം ഇന്ന് സാമ്പത്തിക മേഖലയിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ചില നയങ്ങളുടെ ഭാഗമായി വലിയ ഞെരുക്കങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഞെരുക്കങ്ങളെ അതിജീവിക്കുക ഒരു സബ് നാഷണൽ ഗവൺമെന്റിന് എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഞാനിവിടെ ഒരു താരതമ്യേന ഒരു പുതിയ വാക്ക് നിങ്ങളുടെ മുമ്പാകെ പറയാണ്. കേരളം ഒരു സബ് നാഷണൽ ഗവൺമെന്റാണ്. അത് ആര് ഭരിച്ചാലും, നേരത്തെ ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. അതെന്താണ്? ഒരു 28 സ്റ്റേറ്റുകളുണ്ട്, 28 സബ് നാഷണൽ ഗവൺമെന്റ് ഉണ്ട്. സ്വാഭാവികമായും അപ്പുറത്തൊരു യൂണിയൻ ഗവൺമെന്റ് ഉണ്ട്. ആ യൂണിയൻ ഗവൺമെന്റിന്റെ നയങ്ങൾ, നിലപാടുകൾ ഈ സബ് നാഷണൽ ഗവൺമെന്റുകളെ എല്ലാം സ്വാഭാവികമായും ബാധിക്കും, കേരളത്തെ ബാധിക്കും. ഇപ്പൊ നമ്മുടെ ഒരു വലിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഇതൊരു ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന ഒരു രാജ്യമാണല്ലോ. ശക്തമായിട്ടുള്ള ഒരു യൂണിയൻ ഗവൺമെന്റ്, ശക്തമായിട്ടുള്ള സംസ്ഥാന സർക്കാരുകൾ. ഈ ഒരു സംവിധാനത്തെ, ഈ ഒരു ആശയത്തെ സംഘപരിവാർ തീരെ മാനിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ന് നാം നേരിടുന്ന വലിയൊരു പ്രശ്നം. അതുകൊണ്ട് ഈ PM ശ്രീ ആകട്ടെ, ആശാ വർക്കർമാരുടെ കാര്യമാകട്ടെ, ഇനി SSK ആകട്ടെ, NHM ആകട്ടെ, PMAY ആകട്ടെ, എന്ത് പദ്ധതികളോ ഇതെല്ലാം കേന്ദ്രാവിഷ്കൃത പദ്ധതികളാണ്. ഈ പദ്ധതികളെല്ലാം പറ്റി പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഫെഡറൽ സാമ്പത്തിക അവസ്ഥയെ പറ്റിയാണ്. അതെന്താണ് ഫെഡറൽ ധനകാര്യം, ഫെഡറൽ സാമ്പത്തിക അവസ്ഥ എന്ന് പറയുന്നത്? കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധങ്ങൾ. ഈ സാമ്പത്തിക ബന്ധങ്ങൾ BJP-യുടെ ഭരണത്തിൽ വലിയ തോതിൽ ഇംബാലൻസ്ഡ് ആയി എന്നുള്ളതാണ് വലിയ പ്രശ്നം. എന്ന് വെച്ചാൽ എന്താ പറയുന്നതിന്റെ ഒരു കാര്യം എന്താണ്? നോക്കൂ, നമ്മുടെ രാജ്യത്ത് ശരാശരി ഒരു സംസ്ഥാനത്തിന്റെ ചെലവിന്റെ 45% യൂണിയൻ ട്രാൻസ്ഫർ ആണ്. യൂണിയൻ ട്രാൻസ്ഫർ എന്നാ പറയുക. അപ്പൊ നമ്മൾ GST ഒക്കെ, നികുതിയൊക്കെ അടയ്ക്കുമ്പോൾ അത് പോകുന്നത് യൂണിയൻ സർക്കാരിന്റെ ഖജനാവിലേക്കാണ്. എന്തുകൊണ്ട്? നമ്മൾ ഇന്ത്യയിലാണ്, ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റ് ആണ്, നിങ്ങൾ താമസിക്കുന്ന വീട് ഇന്ത്യയിലാണ് എന്നുള്ളത് കൊണ്ടാണ്. അത് സ്വാഭാവികമാണ്, അത് തെറ്റില്ല. പക്ഷെ അങ്ങനെ പോകുമ്പോൾ സ്വാഭാവികമായും അതത് സംസ്ഥാനങ്ങളിലേക്ക് ആ പണം വിവിധ രൂപത്തിൽ ട്രാൻസ്ഫർ ചെയ്ത് വരണ്ടേ? ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ മാത്രമല്ലല്ലോ. ഈ ചെലവുകൾ പലതുമല്ല, മഹാഭൂരിപക്ഷവും സംസ്ഥാനങ്ങളാണ് വഹിക്കുന്നത്. ഞാൻ കേരളം മാത്രമല്ല, ഇന്ത്യയിൽ ആകെ സംസ്ഥാനങ്ങളാണ് ചെലവ് കൂടുതൽ, പക്ഷെ വരവ് കൂടുതൽ യൂണിയൻ സർക്കാരിനുമാണ്. അതിന്റെ റേഷ്യോയിൽ വലിയ ഇംബാലൻസ് ഉണ്ടായി എന്നുള്ളതാണ്. ഇന്ത്യയിൽ ശരാശരി സംസ്ഥാനങ്ങളുടെ ചെലവിന്റെ 45% യൂണിയൻ ട്രാൻസ്ഫർ ആണ്. എന്ന് വെച്ചാൽ യൂണിയൻ സർക്കാർ നൽകുന്നതാണ്. ഇവിടെ ഇപ്പോ ചില BJP-യുടെ ആളുകൾ, നേതാക്കൾ, കേന്ദ്രമന്ത്രിമാർ വരെ അതെന്തോ ഒരു ഭിക്ഷയാണ് എന്ന മട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. ആ പറച്ചിലിന് ഈ നാട്ടിലെ മാധ്യമങ്ങൾ വലിയ തോതിലുള്ള പ്രചരണം കൊടുത്തുകൊണ്ടിരിക്കല്ലേ. ഇത് ഭരണഘടനാപരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറയാൻ ഈ നാട്ടിൽ ഈ മാന്യന്മാർ എപ്പോഴെങ്കിലും ആരെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? LDF-നെ, CPM-നെ, കേരള ഗവൺമെന്റിനെ പുലഭ്യം പറയുന്ന ആരെയെങ്കിലും നിങ്ങൾ ആ സമയത്ത് കണ്ടിട്ടുണ്ടോ? 45% ഇന്ത്യയിൽ ശരാശരി. ചില സംസ്ഥാനങ്ങളിൽ അതിലധികം ഉണ്ട് കേട്ടോ. കേരളത്തിൽ എത്രയാണ്? കേരളത്തിൽ അത് 20%-ൽ താഴെയായി.
എങ്ങനെ കേരളത്തിന് ഈ സാമ്പത്തിക ഈ പ്രയാസത്തെ എങ്ങനെയാണ് നമുക്ക് മറികടക്കാൻ സാധിക്കുക? ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതൊരു പി എം ശ്രീയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ എസ് എസ് കെയുടെ, ഞാൻ പറഞ്ഞല്ലോ പി എം ശ്രീ നിങ്ങൾ വിടൂ, എസ് എസ് കെയുടെ കാര്യത്തിൽ മാത്രമാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാം, പോട്ടെ 1500 കോടിയല്ലേ ഉള്ളൂ എന്ന് വെക്കാം. എല്ലാത്തിലും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 തരത്തിലാണ് യൂണിയൻ ട്രാൻസ്ഫർ നടക്കുന്നത്. അതിലൊന്ന് നികുതി വിഹിതമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ നികുതി അങ്ങോട്ട് അടയ്ക്കുന്നു, അതിന്റെ ഒരു വിഹിതം ഇങ്ങോട്ട് തരുന്നു. ആ നികുതി വിഹിതത്തിന്റെ മാനദണ്ഡങ്ങൾ തീരുമാനിക്കുന്നത് ധനകാര്യ കമ്മീഷൻ എന്ന ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. ഇപ്പോ 15ാം ധനകാര്യ കമ്മീഷന്റെ സമയമാണ്. 16ാം ധനകാര്യ കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ട്. അരവിന്ദ് പനഗാരിയ എന്ന RBIയുടെ മുൻ ഗവർണറായിരുന്ന വലിയ സാമ്പത്തിക പണ്ഡിതനാണ്. അദ്ദേഹം ചെയർമാൻ. 2026 ഏപ്രിൽ 1 മുതൽ 16ാം ധന കമ്മീഷന്റെ ശുപാർശകൾ നടപ്പിലായി തുടങ്ങും. ഇപ്പൊ 15ാം ധന കമ്മീഷനാണ്. അവരാണ് ഇതിന്റെ മാനദണ്ഡങ്ങൾ, ഇതിന്റെ ഈ നികുതി തിരികെ സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ടുന്നതിന്റെ മാനദണ്ഡങ്ങൾ തീരുമാനിക്കുന്നത്. അവരുടെ മാനദണ്ഡങ്ങൾ അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ളതാണ്. ആ മാനദണ്ഡങ്ങൾ പലതും അവർ വെക്കുന്ന നിബന്ധനകൾ ഒന്നും കേരളത്തിന് ബാധകമായതല്ല. കാരണം നമ്മൾ അതിനെയെല്ലാം മറികടന്ന് മുന്നോട്ട് പോയതാണ്. സ്വാഭാവികമായും അവരുടെ മാനദണ്ഡങ്ങൾ പലതും കേരളത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി സംഭവിച്ചത് എന്താ? കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഫിനാൻസ് കമ്മീഷന്റെ മാനദണ്ഡ പ്രകാരം ട്രാൻസ്ഫർ ചെയ്യുന്ന നികുതി വിഹിതത്തിൽ 18,000 കോടിയോളം രൂപയുടെ കുറവുണ്ടായി. എന്ന് വെച്ചാൽ അതിനു മുൻപിലുള്ള 5 വർഷം ലഭിച്ചതിൽ നിന്ന് 18,000 കോടിയോളം രൂപയുടെ കുറവ് നികുതി ട്രാൻസ്ഫറിന്റെ കാര്യത്തിൽ, യൂണിയൻ സർക്കാർ ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ കാര്യത്തിൽ കേരളത്തിൽ ഉണ്ടായി കഴിഞ്ഞ 5 വർഷം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്, BJPക്കാർക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഈ 18,000 കോടി രൂപ കേരളത്തിന് ചെലവ് ചെയ്യാൻ സാധിക്കില്ല. അത് ചിലപ്പോ പെൻഷൻ കൊടുക്കുന്ന കാര്യത്തിലായിരിക്കും മുടക്കം വരിക, അല്ലെങ്കിൽ റോഡിന്റെ കാര്യത്തിലായിരിക്കും മുടക്കം വരിക, അല്ലെങ്കിൽ കെട്ടിടങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ കാര്യത്തിലായിരിക്കും മുടക്കം വരിക. ആ മുടക്കം വരുമ്പോൾ ആളുകൾ അറിയുമോ ഈ 18,000 കിട്ടാനുണ്ട് അതുകൊണ്ടാണ്? അതറിയില്ല. സ്വാഭാവികമായും പിണറായി വിജയനെ 4 തെറി പറയാനുള്ള ഒരു സൗകര്യം കിട്ടുമല്ലോ എന്നതുകൊണ്ട് മിണ്ടുന്നില്ല. ഇതാണ് ഒരു യൂണിയൻ ട്രാൻസ്ഫറിന്റെ കാര്യം. രണ്ടാമത്തെ യൂണിയൻ ട്രാൻസ്ഫർ ഗ്രാന്റുകളാണ്. ഗ്രാന്റുകൾ 2 തരത്തിലാണ്. ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫിനാൻസ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമുള്ള ഗ്രാന്റുകൾ, രണ്ടാമത്തേത് യൂണിയൻ സർക്കാർ സ്വന്തം നിലയ്ക്ക് നൽകുന്ന ഗ്രാന്റുകൾ. ഈ 2 ഗ്രാന്റുകളുടെയും തുക വലിയ തോതിൽ കുറഞ്ഞുപോയി. ഒറ്റ ഉദാഹരണം പറയാം, എല്ലാം പറയാൻ സമയമില്ല. വയനാട് ദുരന്തത്തിന്റെ കാര്യമാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതുപോലെ പ്രകൃതി ദുരന്തങ്ങളും മറ്റും ഉണ്ടായപ്പോൾ വാരിക്കോരി കൊടുത്ത യൂണിയൻ സർക്കാർ കേരളത്തിന് എന്താ, വയനാടിനോട് എന്താ ചെയ്തത്? മുണ്ടക്കൈ ചൂരൽമല ദുരന്തം ഉണ്ടായപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ടത് 2,221 കോടി രൂപ, തന്നത് 260.56 കോടി രൂപ. അത് തന്നെ 250-60 കോടി രൂപ ഇതാ കേരളത്തിന് ദാനമായി തന്നു എന്ന മട്ടിലായിരുന്നില്ലേ? വയനാട് ഇന്ത്യയിലല്ലേ? വയനാട് കേരളത്തിലാണ്, വയനാട് ഇന്ത്യയിലുമല്ലേ? വയനാടിനെ അവിടെ തകർന്ന ആ ജനജീവിതത്തെ പുനരുദ്ധരിക്കാനുള്ള ചുമതല ഇന്ത്യ ഗവൺമെന്റിനില്ലേ? ഇന്ത്യ ഗവൺമെന്റ് ആകെ ചെലവിന്റെ 11% മാത്രമാണ് തന്നത്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി കൊടുത്തുകൊണ്ടിരിക്കുന്നപ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിന് തരാതിരുന്നത്? കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. ഐഡിയോളജിക്കൽ ആയിട്ടുള്ള വിയോജിപ്പ് കൊണ്ട് മാത്രം കേരളത്തെ മനഃപൂർവ്വം ദ്രോഹിക്കാൻ ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെന്റ് തീരുമാനിച്ചപ്പോ എവിടെയായിരുന്നു ഈ ആളുകൾ? പക്ഷേ കേരള ഗവൺമെന്റ് യൂണിയൻ സർക്കാർ തന്നില്ല എന്നതുകൊണ്ട് വയനാട് ആ പാക്കേജ് പകുതി വഴി നിർത്തിയോ? അടുത്ത മാർച്ച് 31-ന് അത് പണി പൂർത്തീകരിച്ച് ജനങ്ങൾ അവിടെ താമസിക്കാൻ തുടങ്ങിയല്ലേ? ഈ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് കാണാത്തത്? കഴിഞ്ഞ 2 കൊല്ലമായി ഈ റവന്യൂ കമ്മി ഗ്രാന്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ ഈ നികുതിയുടെ പിരിവിൽ കേരളത്തിന് ഇപ്പൊ GST വന്നപ്പോ നികുതി ലഭിക്കുന്നില്ലല്ലോ. നമ്മുടെ നികുതികളെല്ലാം പോയി, കേരളത്തിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കൊന്നുമില്ല, അതെല്ലാം യൂണിയൻ സർക്കാരിലേക്ക് പോയി. അപ്പൊ നികുതി ഇനത്തിൽ കമ്മി വന്നപ്പോ ആ കമ്മി അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് റവന്യൂ കമ്മി ഗ്രാന്റുകൾ കൊടുക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായിട്ട് ആ ഗ്രാന്റ് കേരളത്തിന് ലഭിക്കുന്നില്ല. അപ്പോ യൂണിയൻ ട്രാൻസ്ഫർ എന്ന് പറയുന്ന 2ാമത്തെ ഇനം മുടങ്ങിക്കിടക്കുകയാണ്. ഇനി 3ാമത്തെ ഒരു കാര്യം CSSകളാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ. അത് യൂണിയൻ സർക്കാരിന്റെ പദ്ധതിയല്ല, യൂണിയൻ സർക്കാർ ആവിഷ്കരിക്കുന്ന പദ്ധതിയാണ്. നേരത്തെ അത് 75:25 ആയിരുന്നു. 75% കേന്ദ്രം, 25% സംസ്ഥാനങ്ങൾ. വീണ്ടും പറയാണ്, കേരളമല്ല, സംസ്ഥാനങ്ങൾ. ഇന്നത് 60-40 ആയിട്ട് മാറി. ഇതിൽ ചിലത് ദേശീയ അടിസ്ഥാനത്തിൽ ഇതിലുള്ള ലക്ഷ്യങ്ങൾ വെച്ചിട്ടാണ്. ഉദാഹരണം ICDS ഉണ്ട്, NHM ഉണ്ട്.
രാജ്യവ്യാപകമായിട്ടുള്ള ചില ലക്ഷ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടാണ്. എന്താണ് BJP ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇതിലെല്ലാം ചില ചരടുകൾ വെക്കാൻ, ചില ക്ലോസുകൾ വെക്കാൻ, അവരുടെ ഐഡിയോളജിക്കലായ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിനുള്ള പരിശ്രമം നടത്താൻ. അതിനെ നമ്മൾ ചെറുക്കണം. പക്ഷെ ഇതാകെ വേണ്ട എന്ന് വെക്കാൻ സാധിക്കുമോ? നോക്കൂ, കേരളത്തിൽ നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഒരു വലുപ്പം നോക്കൂ. നേരത്തെ പറഞ്ഞ പോലെ PMAY വീട്, കേരളത്തിലെ ലൈഫുണ്ട്, അത് കൂടാതെ ഒരു PMAY ഉണ്ട്. 72,000 രൂപ കേന്ദ്ര സർക്കാർ കൊടുക്കാൻ. അപ്പൊ അവരൊരു നിബന്ധന വെച്ചു, പ്രധാനമന്ത്രിയുടെ പടവും ചിത്രവും ഒക്കെ വെക്കണം. പക്ഷെ കേരളം സമ്മതിച്ചില്ല. അത് നമ്മളൊരു ഫൈറ്റ് ചെയ്യേണ്ടി വരും. അതൊരു പുതിയ യുദ്ധമുഖമാണ്. ആ യുദ്ധമുഖം തുറന്നുകൊണ്ടാണ് PMAY പദ്ധതി നടപ്പിലാക്കാം എന്ന് കേരളം തീരുമാനിച്ചത്. അതോ അത് വേണ്ട എന്ന് വെക്കുകയാണോ വേണ്ടത്? ഏതാ നല്ലത്? കേരളം വേണ്ട എന്ന് വെച്ചില്ല. NHMന്റെ കാര്യം നോക്കൂ. 24-25 സാമ്പത്തിക വർഷത്തില് 23-24 സാമ്പത്തിക വർഷത്തിൽ 700 കോടി രൂപ കേരളത്തിന് ലഭിച്ചില്ല. എന്താണ് കാര്യം? നമ്മുടെ PHCകളൊക്കെ ഉണ്ടല്ലോ, FHCകളും PHCകളും, അതിന് ബ്രാൻഡ് ചെയ്യണം. അത് കേന്ദ്ര സർക്കാർ പറയുന്ന കളറ് പെയിന്റ്, അത് അവര് ആ പെയിന്റ് അടിക്കണം, ഇങ്ങനെ ചില കാര്യങ്ങൾ. നമുക്ക് അത്തരം ചില നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ പറ്റുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മളത് ഒപ്പുവെച്ചില്ല, വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇവരെന്ത് ചെയ്തു എന്നറിയോ? ഇവര് ചെയ്തത് NHMന്റെ ഫണ്ട് വെട്ടിക്കുറയ്ക്കുക ചെയ്തത്. ഒരു ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കില്ല എന്ന് കേരളം പറഞ്ഞപ്പോ അതിന്റെ ഫണ്ട് തരാതിരിക്കുകയല്ല ചെയ്തത്. ആയുഷ്മാൻ ആരോഗ്യ സ്കീം, ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് സ്കീം എന്ന ഒരു ഇൻഷുറൻസ് പദ്ധതി കേരളത്തിന്റെ സംസ്ഥാനങ്ങൾക്ക് മേൽ ഇമ്പോസ് ചെയ്യാൻ തീരുമാനിച്ചപ്പോ നമുക്കത് സ്വീകാര്യമായിരുന്നില്ല. അപ്പൊ അവര് അതിന്റെ പണം വെട്ടിക്കുറയ്ക്കല്ല ചെയ്തത്, മറിച്ച് NHMന് തരേണ്ട പൈസ തരാതിരുന്നു. നമ്മൾ ആ പദ്ധതി നടപ്പിലാക്കി. ഇവിടെ PM ശ്രീസ് പദ്ധതിയുടെ അതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് CPM കീഴടങ്ങി എന്ന് വാശി പിടിക്കുന്ന ആളുകൾ ഈ പദ്ധതിയെ പറ്റി ഒന്ന് പഠിക്കുന്നത് നന്നായിരിക്കും. ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് സ്കീം കേരളത്തിന് സ്വീകാര്യമല്ലാതിരുന്നിട്ടും ഒരു പുതിയ യുദ്ധമുഖം തുറക്കുകയാണ് എന്ന ധാരണയോടുകൂടി 2-3 വർഷം പിന്നിട്ടപ്പോൾ കേരളം ആ ഇൻഷുറൻസ് പദ്ധതിയിൽ ഒപ്പുവെച്ചു. പറഞ്ഞല്ലോ, നമുക്ക് സ്വീകാര്യമല്ല. കാരണം നമ്മുടെ ആരോഗ്യ പരിരക്ഷ എന്ന് പറയുന്നത് പൊതു ആരോഗ്യ സംവിധാനത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ടാണ്. അതല്ലാതെ ഇൻഷുറൻസ് പോളിസികളെ ബേസ് ചെയ്തുകൊണ്ടുള്ള ആരോഗ്യ പരിരക്ഷാ സംവിധാനമല്ല കേരളത്തിന്റെ. വ്യത്യസ്തമാണ്. പക്ഷെ ഇവർ ഈ പദ്ധതിയുമായി വന്നു, നമുക്ക് സ്വീകാര്യമായിരുന്നില്ല, നമ്മൾ ഒപ്പുവെച്ചില്ല. 3 കൊല്ലത്തോളം നമ്മൾ ഒപ്പുവെച്ചില്ല കേട്ടോ. അപ്പോഴാണ് നേരത്തെ പറഞ്ഞ ഫണ്ട് വെട്ടിക്കുറച്ചത്. 23-24 NHMന്റെ 700 കോടി രൂപ വെട്ടിക്കുറച്ചു. ഈ ഏതെങ്കിലും ഈ ബുദ്ധിജീവികൾ, ഈ മാധ്യമങ്ങൾ പറഞ്ഞു അത് നമ്മളിവിടെ ചെലവഴിച്ച സംഖ്യയല്ലേ? കേരള സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നോട്ടടിക്കുന്ന പരിപാടിയില്ലല്ലോ. അപ്പൊ നമ്മൾ അതിൽ ഒപ്പുവെച്ചു. ആ പദ്ധതിയിൽ, ആ ഇൻഷുറൻസ് പദ്ധതിയിൽ ഒപ്പുവെച്ചു എന്നതുകൊണ്ട് കേരളത്തിന്റെ ആരോഗ്യ സംവിധാനം കഴിഞ്ഞ 3 വർഷം കൊണ്ട് തകർന്ന് തവിട് പൊടിയായി, അതിലാകെ സംഘപരിവാർ അജണ്ട നടപ്പിലായി എന്ന് ആരെങ്കിലും വാദിക്കുന്നുണ്ടോ? അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? നമ്മളൊരു യുദ്ധമുഖം തുറക്കുകയാണ് എന്നതുപോലെ തന്നെ ഇതൊരു പുതിയ സാഹചര്യമാണ്. ഓരോന്നിനും ഫണ്ട് വെട്ടിക്കുറച്ചിരിക്കുകയാണ്. ഞാൻ 1-2 ഉദാഹരണങ്ങൾ പറയാം. നിങ്ങൾ ജൽജീവൻ മിഷൻ കേട്ട് കാണും. നമ്മുടെ വീട്ടിലെല്ലാം അതൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. വീട്ടിലേക്ക് പൈപ്പ് കണക്ഷൻ നൽകുന്ന പദ്ധതിയാണ്. നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചിലപ്പോ നാട്ടിലുള്ള ഏതെങ്കിലും ഈ ജൽജീവൻ മിഷന്റെ പൈപ്പ് കണക്ഷൻ നൽകിയ പ്ലംബർമാര്, പ്രാദേശിക ചെറിയ പ്ലംബർമാരുണ്ടായിരിക്കുമല്ലോ, അവരോട് ചോദിച്ചാൽ അതിൽ പലർക്കും പൈസ കിട്ടിക്കാണില്ല കഴിഞ്ഞ സാമ്പത്തിക വർഷം. അപ്പൊ അവര് പഞ്ചായത്ത് മെമ്പറെ, പഞ്ചായത്ത് പ്രസിഡന്റിനെ ഒക്കെ ചീത്ത വിളിച്ചും ഇവരൊന്നും നേരെയില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ടാവും. എന്താണ് കിട്ടാതിരിക്കാനുള്ള കാരണം? അതിനൊരു കാരണമുണ്ട്. ജൽജീവൻ മിഷന് കഴിഞ്ഞ സാമ്പത്തിക വർഷം, ഈ 25-26 അല്ല കേട്ടോ, 24-25 70,163 കോടി രൂപയാണ് നീക്കിവെച്ചത് ബഡ്ജറ്റിൽ. നിർമ്മല സീതാരാമൻ, നമ്മുടെ ധനമന്ത്രി, ബഡ്ജറ്റ് റിവൈസ് ചെയ്തപ്പോ 22,694 കോടി രൂപയായി കുറഞ്ഞു. ഏകദേശം 50,000 കോടിയോളം രൂപ കുറഞ്ഞു. അങ്ങനെ കുറയുമ്പോൾ, ഇന്ത്യയിലാകെയാണ് അങ്ങനെ കുറയുമ്പോൾ അതെങ്ങനെയാണ് ഇപ്പൊ എന്റെ പ്രദേശത്ത് പൂക്കോട്ടുകാവിൽ എങ്ങനെയാണ് അത് ബാധിക്കുക എങ്ങനെയാണ്? നമ്മുടെ നാട്ടില് ഈ വീട്ടിലേക്ക് കണക്ഷൻ നൽകിയിട്ടുള്ള പ്ലംബർക്ക് പൈസ കൊടുക്കാൻ സാധിക്കില്ല. അയാൾ ആരെ ചീത്ത വിളിക്കുക? അയാൾക്ക് നിർമ്മല സീതാരാമൻ ഈ വെട്ടിക്കുറച്ച് വിവരറിയോ? അയാൾ പഞ്ചായത്ത് മെമ്പറെ അല്ലെങ്കിൽ പിണറായി വിജയൻ ഈ സർക്കാരിനെ കൊണ്ട് കാര്യമില്ല എന്നാണ് പറയുക.
അങ്ങനെ പറയണമെന്നാണ് കോൺഗ്രസിന്. അതാണ് അതിന്റെ ഒരു 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 തമാശ എന്ന് പറയുന്നത്. 2024-25 ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഈ ഇനത്തിൽ മാത്രം കേരളത്തിന് ലഭ്യമായത് 4368 കോടി രൂപയാണ്. 24-25 കേട്ടോ. ആദ്യം പറഞ്ഞ രണ്ട് ഗ്രാൻഡും നികുതി വിഹിതത്തിന്റെ ട്രാൻസ്ഫറുമല്ല, CSSകളിൽ നിന്നും മാത്രം കേരളത്തിന് ലഭ്യമായത് 4368 കോടി രൂപയാണ്. ബഡ്ജറ്റിൽ പറഞ്ഞ എത്രയായിരുന്നു? 8470 കോടി രൂപയാണ്. കഷ്ടി 4000 കോടി രൂപ കേരളത്തിന് നൽകാമെന്ന് പറഞ്ഞത് 10 മാസം കഴിഞ്ഞപ്പോഴേക്ക് കിട്ടാതെ പോയ ഒരു സാഹചര്യം വരുമ്പോ ഒരു സബ് നാഷണൽ ഗവൺമെന്റ് എന്ത് ചെയ്യുമെന്നാണ് സാറാ ജോസഫിനെ പോലെയുള്ള വലിയ എഴുത്തുകാർ പറയുന്നത്. ഇതാണല്ലോ ഒരു റിയാലിറ്റി. ഇവിടെ നിന്ന് വേണം നാം PM ശ്രീയിലെ സംഘപരിവാർ അജണ്ടയെ മനസ്സിലാക്കാൻ. വീണ്ടും വീണ്ടും പറയുന്ന ഒരു കാര്യം, സംഘപരിവാർ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പദ്ധതികളുടെ ഉള്ളടക്കത്തെ പറ്റി CPM-നോളം ബോധ്യമുള്ള മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയിൽ ഉണ്ടാകുമോ? ഉണ്ടായിരിക്കില്ല. ഇപ്പോ ഇവിടെ സിലബസിന്റെ ഒക്കെ കാര്യം പറയുന്നില്ലേ, CBSE സിലബസ് ഉണ്ടല്ലോ. ഈ പറയുന്ന പലരുടെയും മക്കൾ അവിടേക്കല്ലേ പഠിക്കുന്നത്. അതാരാണ് ഉണ്ടാക്കുന്നത്? CBSE സിലബസിൽ വളരെ ഏകപക്ഷീയമായി പല മാറ്റങ്ങളും വരുത്തിയപ്പോ അവർ നടപ്പിലാക്കിയ മാറ്റങ്ങൾ കേരളത്തിൽ പഠിപ്പിക്കില്ല എന്ന് വാശി പിടിച്ച ഒരു സർക്കാർ ഇവിടെ കേരളത്തിലില്ലേ? RSSന്റെ നിയന്ത്രണമുള്ള അവരുടെ നേതൃത്വം നൽകുന്ന എത്രയോ സ്കൂളുകൾ, അൺഎയ്ഡഡ് സ്കൂളുകൾ ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇല്ലേ? മഹർഷി വിദ്യാമന്ദിർ പോലെയുള്ള സ്കൂളുകൾ, എത്രയോ സ്കൂളുകളുണ്ട്. അത്തരം സ്കൂളുകളിലെ സിലബസിനെ പറ്റി നമുക്ക് എന്തെങ്കിലും ബേജാറുകളുണ്ടോ? ഞാൻ അവിടെ ആകാം എന്നതുകൊണ്ട് ഇവിടെയും ആകാമെന്നല്ല പറയുന്നത്. 2 സ്കൂളാണ് ഒരു ബ്ലോക്കിലുള്ളത്. ആ സ്കൂളുകളിൽ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കണം. കേരളത്തിലല്ലേ നടക്കുന്നത്. അതിനെ ചെറുക്കാൻ സംഘപരിവാർ വിരുദ്ധരായ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഐഡിയോളജിക്കലായി ഈ ഒരു കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കാവുന്ന ആളുകൾ ഒരുമിക്കുകയല്ലേ വേണ്ടത്. അതിനു പകരം ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള തീവ്രവർഗീയ നിലപാടുള്ള മുസ്ലിം സംഘടനകൾ CPM-നെ കാവി പെയിന്റ് അടിക്കാൻ നടക്കുകയല്ലേ. ആർക്കാണ് അതിന്റെ മെച്ചം ഉണ്ടാവുക? അവരാരെങ്കിലും കേരളവും കേന്ദ്രവും ഈ സർക്കാരുകൾക്കിടയിൽ നിലനിൽക്കുന്ന അതിഭീമമായ ഫെഡറൽ സാമ്പത്തികാവസ്ഥയുടെ ഈ ഇംബാലൻസിനെ പറ്റി എന്തുകൊണ്ടാണ് മലയാളികളോട് സംസാരിക്കാത്തത്? നോക്കൂ, കോൺഗ്രസിന്റെ കാര്യം അത് വളരെ തമാശയാണ്. 4 സംസ്ഥാനങ്ങൾ കോൺഗ്രസ് ഭരിക്കുമ്പോൾ PM ശ്രീയിൽ ഓടിപ്പോയി ഒപ്പുവെച്ചു. ഏതൊക്കെയാണ്? രാജസ്ഥാൻ. ഇപ്പൊ അവര് പറയാണ് അത് ഞങ്ങളല്ല ഒപ്പുവെച്ചത്, ഞങ്ങൾ വന്നതിന് ശേഷം, ഞങ്ങൾ വരുന്നതിന് മുമ്പാണ്. അല്ല, രാജസ്ഥാൻ 22 ഒക്ടോബർ 27-ന്, ഛത്തീസ്ഗഡ് 23 ജനുവരി 10-ന്, ഹിമാചൽ പ്രദേശ് 23 ഡിസംബർ 8-ന്, തെലങ്കാന 23 ഡിസംബർ 12-ന് കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഒപ്പുവെച്ചതാണ്. ഇപ്പൊ പലതിലും കോൺഗ്രസ് ഇല്ല എന്നുള്ളത് വേറെ കാര്യം. കർണാടകയിലോ ഇപ്പൊ കോൺഗ്രസ് ആണ്, ഒപ്പുവെക്കുമ്പോൾ കോൺഗ്രസ് അല്ല. 22 ഒക്ടോബർ 27-ന് BJP ആയിരുന്നു. പക്ഷെ 23 മെയ്യിൽ കോൺഗ്രസ് വന്നു. അവരാണ് നടപ്പാക്കി തുടങ്ങിയത്, അവരുടെ സർക്കാരാണ് പുതുക്കിയത്. അതൊന്നും ഒരു പ്രശ്നമില്ല. ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കുകയാണ്. ആ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. കേരളത്തിലെ സർക്കാരിന്റെ സാമ്പത്തിക അവസ്ഥ കേന്ദ്ര സർക്കാരിന്റെ നയം മൂലം അവതാളത്തിലായാൽ അതിൽ സന്തോഷിക്കുകയും ഈ സർക്കാരിനെ ജനങ്ങൾ 4 തെറി പറയുമല്ലോ, അതിനെതിരായി 10 പേർ വോട്ട് ചെയ്യുമല്ലോ എന്ന് കിനാവ് കാണുകയും ചെയ്യുന്നവരാണ് ഈ വിവാദങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വീണ്ടും 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 പറയുന്ന ഒരു കാര്യം, സംഘപരിവാർ വിരുദ്ധരായ സകലരും ഒരുമിക്കേണ്ടത് രാജ്യത്തിന്റെ ആവശ്യമാണ്, കേരളത്തിന്റെ ആവശ്യമാണ്. ഒരു PM ശ്രീയിലൂടെ മാത്രമല്ല, 100,000 മേഖലയിലൂടെ സംഘപരിവാറിന്റെ കാവ്യവൽക്കരണ അജണ്ട കേരളത്തിലും നടപ്പിലാക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോ, സംസ്കാരത്തിലൂടെ ഒരു കടന്നുകയറ്റം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ ഒറ്റക്കെട്ടായി മറ്റഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് ചെറുക്കണം. സ്വാഭാവികമായും അങ്ങനെ ചെറുക്കുന്ന സമയത്ത് തന്നെ ഈ സാമ്പത്തിക മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്ന വലിയ ഇംബാലൻസിങ്ങിനെ പറ്റി നമ്മുടെ നാട്ടിലെ ജനങ്ങളോട് പറയാനും ഇക്കൂട്ടർ തയ്യാറാകണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്.